ഭാരതത്തിൽ എല്ലാ പൗരന്മാർക്കും അവരുടെ അവകാശങ്ങളുണ്ട്. അത് ബിഷപ്പുമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും പുരോഹിതന്മാരാണെങ്കിലും സാധാരണ വ്യക്തികളാണെങ്കിലും അവർക്കെല്ലാം അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. നമ്മുടെ ഭരണഘടന അനുസരിച്ച് ആ ഉറപ്പ് എല്ലാവരും പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. സഭാവിശ്വാസികൾ നേർവഴിക്ക് നയിക്കാൻ ഉള്ള ഉത്തരവാദിത്വം സഭാ മേലധ്യക്ഷന്മാർക്കുണ്ട്. അവർക്ക് വഴികാട്ടി കൊടുക്കാനും അവരെ നേർവഴിക്ക് നയിക്കാനും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാനുള്ള ഉത്തരവാദിത്വം ബിഷപ്പന്മാർക്കും സഭാ മേലധ്യക്ഷന്മാർക്കുമുണ്ട്. അങ്ങനെ ആരെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തിയാൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന BJPയുടെ തന്ത്രം കേരളത്തിൽ വിലപ്പോകാൻ പോകുന്നില്ല. ഇന്നലെ ബഹുമാനായ എൻ്റെ സുഹൃത്ത് PC ജോർജിൻ്റെ അഭിപ്രായ പ്രകടനം അത്തരത്തിലുള്ള ഒന്നായിരുന്നു. BJPക്കൊപ്പം നിന്നില്ല എങ്കിൽ സഭാ മേലധ്യക്ഷന്മാരെയും ദീപിക പത്രത്തെയും ഒക്കെ ഭീഷണിപ്പെടുത്തി കളയാം, വരുതിക്ക് കൊണ്ടുവന്ന് കളയാം എന്നുള്ള നിലപാട് കേരളം ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്ന ഒന്നല്ല. അത് ജനാധിപത്യത്തിന് ഗുണം ചെയ്യുന്ന ഒന്നല്ല. ദീപിക ഒരു കേരളത്തിലെ ആദ്യത്തെ ദിനപത്രമാണ്. അവരവരുടെ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം എപ്പോഴും നടത്താറുള്ള പത്രമാണ്. ഒരു പത്രമുത്തശ്ശിയാണ് ദീപിക. ആ ദീപിക പത്രത്തെ ആക്ഷേപിക്കുകയും ബിഷപ്പന്മാരെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയായ ഒരു നടപടിയല്ല. അത് നിർഭാഗ്യകരമാണ്. BJP വടക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. ക്രിസ്മസ് കാലത്ത് കേക്ക് കൊണ്ട് കൊടുക്കുകയും അല്ലാത്ത സമയത്ത് BJPയും സംഘപരിവാറും ചേർന്ന് ക്രൈസ്തവരെ ആക്രമിക്കുകയും ചെയ്യുന്ന നിത്യസംഭവങ്ങളാണ്. അപ്പോൾ ഇവിടെ ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്തിക്കളയാം എന്നുള്ള തെറ്റിദ്ധാരണ BJPക്ക് വേണ്ട. ഇത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്ന ഒന്നല്ല. കേരളത്തിലെ മതേതര വിശ്വാസികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരം ഭീഷണികളെ ചെറുക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാഞ്ഞിരപ്പള്ളി രൂപതയും പാലാ രൂപതയും ഒന്നും ആകാശത്തു നിന്ന് പൊട്ടി വീണതല്ല. അവർക്കൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറയാനും അവരുടെ വിശ്വാസികളെ നേർവഴിക്ക് നയിക്കാനും ഉള്ള ഉത്തരവാദിത്വമുള്ളവർ തന്നെയാണ്. അത് BJP ഭീഷണി കൊണ്ട് അവരെ വരുതിക്ക് നിർത്തിക്കളയാമെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനാധിപത്യത്തിൽ എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവർക്കും അവരുടെ ഇഷ്ടപ്രകാരം വോട്ട് ചെയ്യാനുള്ള അധികാരവുമുണ്ട്. അഭിപ്രായങ്ങൾ പറയുകയും വോട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് തങ്ങൾക്കെതിരാകുന്നു എന്ന് കണ്ടുകൊണ്ട് അവരെ നിലയ്ക്ക് നിർത്താനുള്ള നീക്കം ഉപേക്ഷിക്കുകയാണ് അവർക്ക് നല്ലത്. ജനാധിപത്യത്തിൽ അതായിരിക്കും ഗുണകരമായിട്ടുള്ളത് എന്നാണ് എനിക്ക് BJPയെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. അല്ലെങ്കിൽ അവർ തള്ളി പറയണം. BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് ഇങ്ങനെ കാഞ്ഞിരപ്പള്ളി പാലാ രൂപതകളെ നിശിതമായി ദീപിക പത്രത്തെയും നിശിതമായി വിമർശിച്ചിട്ടുള്ളത്. അത് സാധാരണഗതി കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. സാധാരണഗതിയിൽ കേരളത്തിൽ അവർ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കാനും വോട്ട് ചെയ്യാനും കാര്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് ഇവിടെ. ഇത് വടക്കേ ഇന്ത്യയിൽ കാണുന്ന ഒരു പ്രത്യേക രോഗമാണ്. ആ രോഗം കേരളത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. BJPക്ക് അതിൽ ഉത്തരവാദിത്വമില്ലെങ്കിൽ BJP നേതൃത്വം അത് തള്ളിപ്പറയുകയാണ് വേണ്ടത്. അത്തരം നിയമങ്ങൾ കൊണ്ടുവന്ന് ക്രൈസ്തവ സമൂഹത്തെ ഒന്നാകെ ഒപ്പം നിർത്താമെന്നുള്ള കരുതലാണോ അവർക്കുള്ളത്? അല്ല, അങ്ങനെയാണെങ്കിൽ അതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. അത് ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് നടത്തിക്കളയാമെന്ന് അവർ ധരിക്കുന്നുണ്ടാകാം. പക്ഷെ കേരളത്തിലേതായാലും മതന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങൾ ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്തിക്കളയാമെന്നുള്ള തെറ്റിദ്ധാരണ BJPക്ക് വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്രൈസ്തവരെ അങ്ങനെ അനുനയിപ്പിക്കാൻ കാര്യമില്ല. കാരണം അവരൊന്നും BJPക്ക് തിരിച്ചു നൽകുന്നില്ല. അവിടെ
അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാകാം. ഏതായാലും അങ്ങനെ ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്തിക്കളയാം എന്നുള്ള ഒരു രാഷ്ട്രീയം കേരളത്തിൽ അങ്ങനെയൊന്നും വിലപ്പോവില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുള്ളത് കൊണ്ട് അവരെ അടിച്ചമർത്തിക്കളയാം അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തിക്കളയാമെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിൽ ഒരിക്കലും ഒരു പാർട്ടിയും സ്വീകരിച്ചിട്ടില്ല. അത് BJP സ്വീകരിക്കുകയാണെങ്കിൽ അവർ ഒറ്റപ്പെടുക മാത്രമേ ചെയ്യൂ. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമാണ്. കേരളത്തിൽ UDF-ന് അനുകൂലമായ ഒരു തരംഗം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. UDF-ന് വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരാൻ കഴിയും. നല്ല പിന്തുണയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഈ വോട്ട് കണക്കുകൾ ശതമാനം 78.27 അതുപോലും അന്തിമ കണക്കല്ല. അത് വരുന്നതിന് മുൻപ് എങ്ങനെയാണ് തരംഗമുണ്ട് എന്ന് പറയുന്നത്? അത് ഞങ്ങൾ ഇവിടെ ജനങ്ങളുടെ പ്രവർത്തിക്കുന്ന ആളുകളല്ലേ. കഴിഞ്ഞ 3-4 മാസമായി കേരളം മുഴുവൻ നിരവധി തവണ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും പോയിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ നിരീക്ഷണം UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ അതായത് 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ഇതേ ആത്മവിശ്വാസത്തിലായിരുന്നു താങ്കൾ അന്ന് നയിച്ച പാർട്ടി ഉണ്ടായിരുന്നത്. ഇത്തവണ ഈ കണക്കുകൾ പുറത്തു വരുന്നതിന് മുൻപ് തന്നെ അന്നും ഇതുപോലെ മുഖ്യമന്ത്രി പദം പപ്പാതി പിന്തുടരാൻ തീരുമാനിച്ചു എന്നുള്ള പ്രചാരക്കം അതൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഇത്തവണ അങ്ങനെ മുഖ്യമന്ത്രി ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ടോ? അല്ല, അത് നമ്മൾ പൂർണ്ണമായും നല്ല ഒരു കംഫർട്ടബിൾ മെജോറിറ്റി കിട്ടുന്ന തരത്തിലേക്കാണ് ഞങ്ങളുടെ വിലയിരുത്തലുള്ളത്. നമുക്കേതായാലും അത് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അതാണ്. ഒരു കൺഫ്യൂഷനും ഇല്ല. നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അതെല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കും. അല്ലാണ്ട് ഇവിടെ ഒരു ചർച്ച ആരും നടത്തിയിട്ടില്ല. ചർച്ച ഉണ്ടാകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇതുപോലെ പാർട്ടിയും UDF-ഉം ഒന്നിച്ച് പ്രവർത്തിച്ച ഒരു കാലഘട്ടം ഉണ്ടാവില്ല. UDF ഒറ്റക്കെട്ടായിരുന്നു. സീറ്റ് ചർച്ചയിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു. പാർട്ടി ഒറ്റക്കെട്ടായിരുന്നു. അതിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു. പൊതുവേ ജനങ്ങൾക്ക് സ്വീകാര്യമായ നിലയിൽ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും, ക്യാമ്പയിൻ ഏറ്റവും നല്ല നിലയിലാണ് ഇത്തവണ UDF മുന്നോട്ട് കൊണ്ട്. ഹേറ്റ് ക്യാമ്പയിൻ ഇല്ലായിരുന്നു. ഞങ്ങൾ ആ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധാപൂർവമാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്കെതിരെ ഹേറ്റ് ക്യാമ്പയിൻ നടന്നിട്ട് പോലും ഞങ്ങൾ അത്തരം ഹേറ്റ് ക്യാമ്പയിൻ ഇല്ലാതെ വളരെ മാന്യമായ നിലയിൽ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ക്യാമ്പയിൻ നടത്തിയത്. ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനുള്ള നിലയിൽ അക്കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഒരു തരത്തിലും രാഷ്ട്രീയ എതിരാളികളെ മോശപ്പെടുത്തുന്ന ഒരു തരത്തിലുമുള്ള ക്യാമ്പയിൻ ഉണ്ടാകരുത്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും. അതോടൊപ്പം നേതാക്കളുടെ പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗേജി ആണെങ്കിലും മറ്റ് നേതാക്കളുടെ അവരുടെ എല്ലാം ക്യാമ്പയിൻ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഞങ്ങൾ ഓർഗനൈസ് ചെയ്തത്. സാധാരണ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നാണ് നേതാവിനെ തീരുമാനിക്കുക. കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുമ്പോൾ ആ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം വന്നു. അന്ന് തന്നെ പരസ്യമായ നിലപാട് സ്വീകരിക്കും. ഇപ്രാവശ്യം ആ കീഴ്വഴക്കങ്ങളൊക്കെ പാലിക്കും. അങ്ങനെ 25 ദിവസം ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് യുക്തമായ സമയത്ത് യുക്തമായ തീരുമാനമെടുക്കും എന്ന് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ അതിന് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. തന്നെയല്ല, ഞാൻ തമിഴ്നാട്ടിലെ സ്റ്റാർ ക്യാമ്പയിനർ കൂടിയാണ്. നമ്മൾ തമിഴ്നാട് ഇലക്ഷനിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ 23-ാം തീയതി വരെ അതിൻ്റെ പ്രചരണ പരിപാടികളിലായിരിക്കും ശ്രദ്ധ. നമ്മൾ മറുപടി പറഞ്ഞല്ലോ. അത് കിട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് ഇപ്പം നമ്മളിപ്പോൾ എല്ലാ ബൂത്തിലും നിന്നുള്ള ഡീറ്റെയിൽസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ. അത് കഴിഞ്ഞിട്ട് ജില്ലാ അടിസ്ഥാനത്തിലുള്ളത് കിട്ടും. അത് 4-ാം തീയതി അറിയാമല്ലോ ആർക്കാ വളർച്ച. ഇല്ല, അതായത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവായിട്ട് അവർ പറഞ്ഞതാണ്. അവരങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്നതിൽ കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞു. പിന്നെന്ത് ചർച്ചയാണ്?